സർ 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 ഗുഡ് മോർണിംഗ് സർ. ഇനി കോങ്കണ്ണോ മറ്റോ ആയിരിക്കും. സർ ഗുഡ് മോർണിംഗ് സർ. സാറ് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ? എന്താടോ? സർ എന്റെ പേര് ബണ്ണിയെന്ന സർ. ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് സർ. നിന്റെ പേര് പറയാനാ നീ വയനാട്ടിൽ നിന്ന് വന്നേ? റെക്കമെൻഡേഷനാ? എത്രയും ബഹുമാനപ്പെട്ട ഗോവിന്ദ സാറിനും നമസ്കാരം. അങ്ങനെ പറയൂന്ന് നീ വിചാരിച്ചോ? ഒറ്റ കീറി വെച്ചോണ്ടല്ലേ നിന്റെ മോന്തയുടെ ഷേപ്പ് മാറിപ്പോ. അറിയാവുന്ന നിനക്കെന്നെ ആ നത്തിന്റെ കൂട്ടുള്ള കണ്ണ് ഇങ്ങനെ തുറന്നു പിടിച്ച് നീ ആരെ പേടിപ്പിക്കാൻ നോക്കോടാ? കുട്ടി പൊട്ടിച്ചു കളയും. ഞാൻ നിന്നോട് മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ പയ്യൻ വളരെ നല്ലവനാ. ഈ വീട്ടിൽ നിന്ന് അവൻ വളർന്നത്. തന്തയും തള്ള ആരുമില്ല. എത്ര വേണേലും പഠിച്ചോളാം ഞാൻ പറഞ്ഞതാ. ഉദ്യോഗം ഉടനെ കിട്ടിയാലേ ഒക്കൂന്ന് ഒരേ നിർബന്ധത്തിലാവൻ. അവന് നീ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. എടാ ഞാൻ അവനോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൻ നിന്നെ ഒരു നോട്ടമുണ്ട്. സ്റ്റൈലായിട്ടൊന്ന് ചിരിച്ചേക്കണം. ഇപ്പൊ അവനൊരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ഇടം കേട്ടോ ഇപ്പോഴുണ്ടോടാ? സാർ അവൻ കാരണം എന്റെ ജീവിതം എത്ര നാശമായി പോയത്. പഠിക്കാൻ പോയ കാലത്ത് എന്നെ റോഡിലൂടെ തേരാപ്പാര വായി നോക്കി നടത്തി പിച്ചച്ചെടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ട ഞാൻ ഇത്രയെങ്കിലും ആയത്. ആ ദരിദ്രവാസിയുടെ റെക്കമെൻഡേഷനുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നെ. അവന്റെ കത്തും കൊണ്ട് വന്നതുകൊണ്ട് നിനക്കിവിടെ ജോലിയില്ല, കൂലിയില്ല. ഗെറ്റ് ഔട്ട്. സർ പ്ലീസ് സർ. ഗെറ്റ് ഔട്ട്.